എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ സിങ്ക്രണൈസേഷൻ പ്രോബ്ലം എന്ന ടോപ്പിക്കാണ്. ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലവും റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം ആണെന്ത് ക്ലാസിക്കൽ സിങ്ക്രണൈസേഷൻ പ്രോബ്ലം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ക്ലാസിക്കൽ സിങ്ക്രണൈസേഷൻ പ്രോബ്ലം ആണ്. ലിമിറ്റഡ് റിസോഴ്സുകളും ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകളും വരുമ്പോഴാണ് എന്ത് ചെയ്യുക, സിങ്ക്രണൈസേഷൻ പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കുന്നത് അല്ലേ. ലിമിറ്റഡ് റിസോഴ്സുകളോ മോർ ദാൻ വൺ പ്രോസസ്സുകളും. ഇപ്പം സെയിം ടൈമിൽ ഒരു റിസോഴ്സ് ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോൾ അതെന്താണ്, ഡാറ്റ ഇൻകൺസിസ്റ്റൻസിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒരു സെയിം ടൈമിൽ എന്താണ്, ഒരു റിസോഴ്സ് ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഡാറ്റ ഇൻകൺസിസ്റ്റൻസിയിലേക്ക് ലീഡ് ചെയ്യും. ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം അല്ലേ. ദി ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം സ്റ്റേറ്റ്സ് ദാറ്റ് കെ ഫിലോസഫേഴ്സ് ആർ seated around a circular table with one chopstick between each pair of philosophers. ഇവിടെ ഒരു സർക്കുലർ ടേബിളിന് ചുറ്റുമായിട്ട് കെ ഫിലോസഫേഴ്സ്, അതായത് നമ്മുടെ എക്സാമ്പിളിൽ 5 ഫിലോസഫേഴ്സ് ആണ് ഇരിക്കുന്നത്. ഈ ഒരു തിയറി പറഞ്ഞതിന് ശേഷം ആ ഒരു ഫിഗർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ 2 ഫിലോസഫേഴ്സിന്റെ ഇടയിലും ഒരു ചോപ്പ് സ്റ്റിക്ക് ആണ് കാണാൻ കഴിയുക. നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ചോപ്പ് സ്റ്റിക്ക് വേണം അല്ലേ. അപ്പോൾ ഓരോ 2 ഫിലോസഫറിന്റെ ഇടയിൽ എന്താണ്, ഒരു സിംഗിൾ ചോപ്പ് സ്റ്റിക്ക് ആണ് ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫുഡായി കാണിക്കുന്ന ഒരു നൂഡിൽസ് ആണ്. ദെൻ എ ഫിലോസഫർ മേ ഈറ്റ് ഇഫ് ഹി ക്യാൻ പിക്കപ്പ് ദി 2 ചോപ്സ്റ്റിക് അഡ്ജസെന്റ് ടു ഹിം. ഒരു ഫിലോസഫർക്ക് ലെഫ്റ്റ് ചോപ്സ്റ്റിക്കും റൈറ്റ് ചോപ്സ്റ്റിക്കും ഉണ്ടെങ്കിലേ ആ നൂഡിൽസ് കഴിക്കാൻ കഴിയുകയുള്ളൂ. സോ ഒരു ഫിലോസഫർക്ക് എന്ത് വേണം, 2 ചോപ്സ്റ്റിക്ക് ആവശ്യമുണ്ട്. One chopstick may be picked up by any one of its adjacent followers but not both. അതായത് 2 ഫിലോസഫേഴ്സിനിടയിൽ ഒരു ചോപ്സ്റ്റിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അറ്റ് എ ടൈമിൽ ഒരാൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഡയഗ്രാം വെച്ചിട്ട് വിശദമായിട്ട് നോക്കാം. ഇതാണ് ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലത്തിന്റെ ഡയഗ്രാം. ഇവിടെ നമ്മൾ പറഞ്ഞല്ലേ കെ ഫിലോസഫേഴ്സ്, അതായത് 5 ഫിലോസഫർ നമുക്ക് കാണാൻ കഴിയില്ല. ഏതൊക്കെയാണ്, ഒന്ന് P0, ദെൻ P1, ദെൻ P2, P3, P4 അല്ലേ. അങ്ങനെ P0 മുതൽ P4 വരെ നമുക്ക് 5 ഫിലോസഫറിനെ കാണാൻ കഴിയും. ഓരോ ഫിലോസഫറിന്റെ ഇടയിൽ അല്ലേ, അതായത് അഡ്ജസന്റ് ഫിലോസഫറിന്റെ ഇടയിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഒരു ചോപ്പ് സ്റ്റിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് C0 എന്ന ചോപ്പ് സ്റ്റിക്ക് കാണാം, ദെൻ C1 കാണാം, C2 കാണാം, C3 കാണാം, C4 കാണാം അല്ലേ. അതായത് 2 ഫിലോസഫറുടെ ഇടയിൽ എന്താണ്, ഒരു ചോപ്പ് സ്റ്റിക്ക് ആണ് എന്ത് ചെയ്യുക, നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ഈ ഫിലോസഫർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രോസസ്സാണ്. അതേപോലെ ഈ ചോപ്പ് സ്റ്റിക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ റിസോഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ P0 എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സും ഉണ്ട്, P1 എന്ന് പറഞ്ഞ പ്രോസസ്സും ഉണ്ട് അല്ലേ. അതേപോലെ എന്താണ്, ഒരൊറ്റ C1 എന്ന റിസോഴ്സ് ആണ്. അപ്പോൾ ഈ ചോപ്പ് സ്റ്റിക്ക് എന്താണ്, ഇവിടെ റിസോഴ്സ് ആണ് അല്ലേ. അപ്പം ലിമിറ്റഡ് റിസോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, മോർ ദാൻ വൺ പ്രോസസ്സും ഉണ്ട്. ലിമിറ്റഡ് റിസോഴ്സും അതുപോലെ തന്നെ മോർ ദാൻ വൺ പ്രോസസ്സും. ഇനി ഇവിടെ നമ്മൾ ഒരു പോയിന്റും കൂടി ഓർത്തിക്കുന്നുണ്ട്. അതായത് ഒരു ഫിലോസഫർക്ക് 2 സ്റ്റേറ്റ് ഉള്ളത്. ഒന്ന് തിങ്കിങ് സ്റ്റേറ്റ് ആണ്, തിങ്കിങ്. പിന്നെ എന്താണ്, പിന്നെ ഒന്ന് ഈറ്റ് ആണ് അല്ലേ. അപ്പോൾ തിങ്കിങ് സ്റ്റേറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഈറ്റിംഗ് ഉണ്ട്. നോക്കുക, ഒരു ഫിലോസഫർ അറ്റ് എ ടൈമിൽ ഈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മറ്റു ഫിലോസഫർ എല്ലാം തിങ്ക് ചെയ്യാണ് ചെയ്യുക. ഒരു ഫിലോസഫർ ഈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മറ്റ് ഫിലോസഫറൊക്കെ എന്ത് ചെയ്യും, തിങ്ക് ചെയ്യാണ് ചെയ്യുക. ഇനിയിപ്പോൾ ആ ഒരു ഫിലോസഫറിലെ ഈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് തിങ്ക് ചെയ്യും. ഇനി ഇവിടുത്തെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നോക്കുക അല്ലേ, ഇപ്പൊ P0 എന്ന് പറഞ്ഞ ഈ ഒരു ഫിലോസഫർ എന്താണ്, ഈറ്റ് ചെയ്യാൻ അല്ലേ. അപ്പൊ അത് ഈറ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ വേണം, അതിന് C0 എന്ന് പറഞ്ഞ ഈ ഒരു റിസോഴ്സ് വേണം, C1 എന്ന ഈ ഒരു റിസോഴ്സ് വേണം. സോ ഈ 2 ചോപ്സ്റ്റിക്ക് അല്ലേ, C0 എന്ന ചോപ്സ്റ്റിക്കും C1 എന്ന ചോപ്സ്റ്റിക്കും വേണം. സോ ഈ ഒരു C0യും C1ഉം യൂസ് ചെയ്യുമ്പോൾ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂല, നമ്മളുടെ P4ന് എന്ത് കിട്ടുന്നില്ല, ചോപ്പ് സ്റ്റിക്ക് കിട്ടില്ല. അപ്പൊ അതിന് ഫുഡ് കഴിക്കാൻ കഴിയില്ല. ദെൻ ആർക്ക് കിട്ടുന്നില്ല, ഈ C1 എടുക്കുന്നതുകൊണ്ട് P1നും കിട്ടുന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം. ഇതാണ് എന്ത്, ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ P0 എന്ന ഫിലോസഫർ, അതായത് ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, P4നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, P1നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. The solution to the process synchronization problem is semaphores. A semaphore is an integer used in solving critical sections. ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ത്, സെമാഫോർ. ക്രിട്ടിക്കൽ സെക്ഷൻസ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻറ്റീജർ ആണ് ശരിക്കും സെമാഫോർ അല്ലേ. അപ്പോൾ സെമാഫോറിനെ കുറിച്ചിട്ടുള്ള വിശദമായ ക്ലാസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞാണ്.
പ്രോഗ്രാമിന്റെ ഒരു സെഗ്മെന്റ് ആണ് ശരിക്കും എന്ത് ക്രിട്ടിക്കൽ സെക്ഷൻ. അവിടെ നിന്നാണ് എന്ത് ചെയ്യാം ഷെയർഡ് റിസോഴ്സിനെ ആക്സസ് ചെയ്യുന്നത്. നമുക്കറിയാം ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണ് അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ റൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ സെമാഫോറിന് 2 ആറ്റോമിക് ഓപ്പറേഷൻസ് ഉള്ളത്. ഒന്ന് വെയിറ്റ് ആണ്, ദെൻ സിഗ്നൽ ആണ്. ഈ ഒരു വെയിറ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക റിസോഴ്സിനെ അക്വയർ ചെയ്യുക അല്ലേ. അതായത് നമ്മുടെ ചോപ്സ്റ്റിക്കിനെ അക്വയർ ചെയ്യുക ഈ ഒരു വെയിറ്റ് ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടാണ്. ദെൻ നമ്മൾ അക്വയർ ചെയ്തല്ലേ, നമ്മൾ വെയിറ്റ് ഉപയോഗിച്ചിട്ട് അക്വയർ ചെയ്ത ആ റിസോഴ്സിനെ എന്ത് ചെയ്യണം റിലീസ് ചെയ്യണം അല്ലേ. അങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ ആണ് എന്ത് സിഗ്നൽ ഓപ്പറേഷൻ. സോ സെമാഫോറിന് 2 ഓപ്പറേഷൻ ഉണ്ട്, വെയിറ്റും സിഗ്നൽ അല്ലേ. അപ്പോൾ വെയിറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക റിസോഴ്സിനെ അക്വയർ ചെയ്യുക. ആ അക്വയർ ചെയ്ത റിസോഴ്സിനെ റിലീസ് ചെയ്യുക സിഗ്നൽ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ നോക്കാം. സപ്പോസ് ഇപ്പം നമ്മളുടെ ഈ ഒരു P0 അല്ലേ, ഈ ഒരു ഫിലോസഫർ നമ്മൾ ഈറ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫിലോസഫർ ഈറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഏതൊക്കെ ചോപ്സ്റ്റിക്ക് എടുക്കണം, ഏതൊക്കെ റിസോഴ്സ് എടുക്കണം? ഈ C0 എന്ന് പറഞ്ഞ ഈ ഒരു ചോപ്സ്റ്റിക്കും വേണം, C1 എന്ന ചോപ്സ്റ്റിക്കും വേണം. സോ P0 ഈറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും വെയിറ്റിലെ വെയിറ്റ് ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും ആദ്യത്തെ ചോപ്സ്റ്റിക്കിലെ ലെഫ്റ്റ് സൈഡിലെ ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. അപ്പോൾ യൂസ് റിസോഴ്സ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ഈ എക്സ് എന്താണ് ഇവിടെ C0 ആണല്ലേ. അപ്പം എന്ത് ചെയ്യും ആദ്യത്തെ ചോപ്സ്റ്റിക്ക് എടുക്കും. ദെൻ രണ്ടാമത്തെ ചോപ്സ്റ്റിക്ക് എടുക്കാനുള്ള ത്രെഡ് ആണെന്ത് യൂസ് റിസോഴ്സ് ഓഫ് x+1 mod 5 അല്ലേ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ എക്സ് എത്രയാണ് 0 ആണല്ലേ. അപ്പോൾ 0 + 1 mod 5 ചെയ്ത് എന്താ നമുക്ക് കിട്ടുക നമുക്ക് അല്ലേ എന്താണ് 1 mod 5 അല്ലേ എന്താണ് 1 ആണ് കിട്ടുക. അപ്പോൾ C1 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇതെന്താണ് ഇവിടെ C0യും ഇവിടെ C1 ആണ് എടുക്കുക. 2 റിസോഴ്സ് കിട്ടി അല്ലേ. C0 എന്ന് പറഞ്ഞ ആ റിസോഴ്സും കിട്ടി, C1 എന്ന റിസോഴ്സും കിട്ടി. അപ്പോൾ ഈ ഒരു ഈറ്റ് ചെയ്യുമ്പോഴുള്ള ആ ഒരു കോഡാണെന്ത് വെയിറ്റ് അല്ലേ. വെയിറ്റ് ഓഫ് യൂസ് റിസോഴ്സ് ഓഫ് എക്സ് യൂസ് റിസോഴ്സ് ഓഫ് x+1 mod 5. ദെൻ ഫിലോസഫർ ഈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും തിങ്ക് ചെയ്യും അല്ലേ. ആ തിങ്ക് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുക റിസോഴ്സ് റിലീസ് ചെയ്യുക. അപ്പോൾ സിഗ്നൽ എന്നുള്ള ആ ഒരു ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക റിസോഴ്സ് റിലീസ് ചെയ്യുക അല്ലേ. ദെൻ ഇവിടെ നമ്മൾ വെയിറ്റ് എന്ന ഓപ്പറേഷൻ ഉപയോഗിച്ച് അക്വയർ ചെയ്ത റിസോഴ്സിന് എന്ത് ചെയ്യും സിഗ്നൽ എന്ന ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും റിലീസ് ചെയ്യും അല്ലേ. അപ്പോൾ റിലീസ് ചെയ്യാനുള്ള കോഡാണ് എന്ത് സിഗ്നൽ ഫ്രീ റിസോഴ്സ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ആദ്യം C0 റിലീസ് ചെയ്യും. ദെൻ സിഗ്നൽ ഫ്രീ റിസോഴ്സ് ഓഫ് x+1 mod 5 അല്ലേ, അതായത് C1 എന്ത് ചെയ്യും റിലീസ് ചെയ്യും. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്തല്ലേ, അതായത് ഒരു ഫിലോസഫർ ഈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ വെയിറ്റ് ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും റിസോഴ്സിനെ അക്വയർ ചെയ്യും അല്ലേ. ആ ഫിലോസഫറുടെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലും അല്ലേ റിസോഴ്സ് ആയ ചോപ്സ്റ്റിക്കിനെ അക്വയർ ചെയ്യും. ദെൻ തിങ്ക് ചെയ്യും അല്ലേ, ഈറ്റ് ചെയ്താൽ തിങ്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ആ റിസോഴ്സിനെ എന്ത് ചെയ്യും റിലീസ് ചെയ്യും അല്ലേ. സിഗ്നൽ എന്ന ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും ആ റിസോഴ്സിനെ റിലീസ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്.